ഹായ് ഹലോ. നമ്മളുടെ ഫീൽഡ് അതായത് മരമുറി അതിനൊപ്പം കയറുന്ന കണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ അതായത് നമ്മുടെ സ്പൈക്ക് സേഫ്റ്റി ഐറ്റംസുകളൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു രൂപം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചെറുതല്ല, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതെങ്ങനെ സെറ്റ് ചെയ്യാം, അതെങ്ങനെ ഉപയോഗിച്ച് കയറാം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിൽ പോകും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യം സേഫ്റ്റി ആയിട്ട് മരത്തിൽ കയറാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്ന ഐറ്റംസുകൾ. അതിൽ നമുക്ക് ആദ്യമായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ സേഫ്റ്റി ഷൂ, അതേപോലെ സ്പൈക്ക് ഉപയോഗിക്കുന്ന നിർബന്ധമായിട്ട് ഷൂ വേണം. അഡ്ജസ്റ്റബിൾ ടൈപ്പ് സ്പൈക്ക്, അതേപോലെ അരയിലും കാലിലും കൂടെ വരുന്ന നമ്മളുടെ ഹാഫ് ബോഡി ബെൽറ്റ്, സിറ്റ് ഹാർനസ് എന്ന് പറയും. അതേപോലെ നമ്മളുടെ അരക്കയർ, ഇത് ഗ്രിപ്പ് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റോപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രിപ്പ് അഡ്ജസ്റ്റ് റോപ്പ്. ഏകദേശം ഒരു 100-115 വണ്ണം വരെ ഉപയോഗിക്കാൻ ചുറ്റളവിലുള്ളതിന് നമുക്ക് ഇടാൻ പറ്റുന്ന റോപ്പാണ്. അതിൻ്റെ കൂടെ വേറൊരു സെക്കൻഡ് റോപ്പായിട്ട് നമ്മളൊരു ചെറിയ റോപ്പുണ്ട്, അത് റോപ്പ് കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ വരുന്നുണ്ട്. കൂടാണ്ട് വരുന്നതാണ് നമുക്ക് കയറുന്നതിനേക്കാൾ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോരാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്. നിസ്സാര സമയം കൊണ്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോരാൻ പറ്റുന്ന ഐറ്റമാണ് നമ്മളെ ഫിഗർ 8. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് ഈ കറാബിനർ, ടെസ്റ്റഡ് കറാബിനർ ഉണ്ട്, അല്ലെങ്കിൽ നോർമൽ കറാബിനർ എന്തും നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും ഐറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ടും നല്ല ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും നമുക്ക് പണി ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കാണാം. ഇതിപ്പോൾ നമ്മളിലുള്ള സേഫ്റ്റി ഷൂ ഇതാണ്. ഇത് പലരുടെയും സംശയമാണ്, ഇത് ഷൂ ഇല്ലാതെ ഇത് ഉപയോഗിച്ചുകൂടെ എന്നുള്ളത്. അതായത് നമുക്ക് നിർബന്ധമായിട്ട് ഷൂ വേണം, അല്ലെങ്കിൽ ചിലർ ചോദിക്കുന്നുണ്ട് ചെരുപ്പിലത് ഉപയോഗിക്കാമല്ലോ, ചെരുപ്പിൽ ഉപയോഗിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അല്ലെങ്കിൽ സാധാരണ ഷൂ ഉപയോഗിക്കാൻ അതുപോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും, പക്ഷെ കാല് ഭയങ്കര വേദനയായിരിക്കും. നമ്മുടെ ഇതിൽ നമ്മളെ പ്രത്യേകത കൊണ്ട് ശരീരത്തിൽ എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ നമുക്ക് പണി ഭയങ്കരമായിട്ട് ലേഗാവും, അതേപോലെ തന്നെ നമുക്ക് ടയേർഡാവുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഷൂ ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് അങ്ങനെ കയറി പോവാം. അപ്പം അങ്ങനെ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ കൂടെയാണ് നമുക്ക് അതിൻ്റെ സ്പൈക്ക് ലോക്കായിട്ട് നിൽക്കാം. കറക്റ്റ് ഒരു കട്ടിങ് ഉണ്ട്, അതിൽ കറക്റ്റ് നിന്നോളും സ്പൈക്ക്. പിന്നുള്ളതാണ് നമ്മളെ സ്പൈക്ക്. ഇത് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന സ്പൈക്കാണ്. ഇതിന് പ്രത്യേകത ലെഫ്റ്റും റൈറ്റും ഉണ്ട്, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ലെഫ്റ്റും റൈറ്റും അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ കൊറിയറിൽ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അവരോടൊക്കെ ഇത് കെട്ടുന്നതിൻ്റെയും ഒക്കെ വീഡിയോസുകൾ നമ്മൾ വിട്ടു കൊടുക്കാറുണ്ട്. എന്നാലും അതിൻ്റെ ഡീറ്റെയിൽ അതെങ്ങനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ എങ്ങനെ കാലിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇത് അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സ്പൈക്കാണ് റൈറ്റ് സൈഡ് വലത്തെ കാലിന് വരുന്ന സ്പൈക്കാണ്. ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് എന്തെങ്കിലും ഒരു സപ്പോർട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ആ കട്ടിങ്ങിൽ കണ്ടില്ലേ, കറക്റ്റ് ആ കട്ടിങ്ങിൽ ഇതിനെ വെക്കാം. ഇതിനെ ഇപ്പോൾ ഹോളിടാത്ത ബെൽറ്റാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ഇത് കൈ കിട്ടുന്നവർക്ക് ഹോൾ ഉണ്ടാവില്ല, നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാറില്ല. കാരണം ആവശ്യത്തിന് കറക്റ്റ് ചെയ്തിട്ട് ഹോൾ ഇടാനാണ് എപ്പോഴും നല്ലത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലെ വെച്ച് ഇതിങ്ങനെ കൊടുക്കാം. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക, എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റും അത്രയും ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലെന്തെങ്കിലും പേന വെച്ച് കഴിഞ്ഞിട്ടൊരു മാർക്കിങ് കൊടുക്കാം. മാർക്കിങ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഹോൾ ഇടാം. നമുക്കിപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്ന രീതിയിൽ കാണിച്ചു തരണം കേട്ടോ. പിന്നെ ഈ സ്പൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് അഡ്ജസ്റ്റബിൾ ഉണ്ട്, 3 അളവിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു നോർമൽ സൈസിൽ നിൽക്കുന്നതാണ്. ഉയരമുള്ളവർക്കാണെങ്കിൽ ഇത് ചിലപ്പോൾ കുറച്ച് കൂട്ടേണ്ടി വരും, ഇനി ഉയരം കുറഞ്ഞ ആളുകൾക്കാണെങ്കിൽ ഇത് കുറക്കേണ്ടിയും വരും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തേക്കണം. ഇതിപ്പോൾ എൻ്റെ കാലിൽ ഇതിൽ കറക്റ്റ് ഇത് പാകണം. ഇനിയിപ്പോൾ കുറച്ച് ഒരു 6 അടിക്കൊക്കെ ഹൈറ്റ് വരുന്നവരാണെങ്കിൽ ഇതിനൊന്ന് ഒരു സ്റ്റെപ്പ് പൊക്കി, അതിൽ ഹോള് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് 2 ബോൾട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ പൊക്കിങ്ങായിട്ട് ആ ബോൾട്ട് ഇട്ട് കറക്റ്റ് ചെയ്തിടാം. ഇതിലൊക്കെ ഓൾറെഡി ഹോളുള്ളതാണ്. അതേപോലെ നമ്മളുടെ ഈ ബെൽറ്റ് കെട്ടുന്ന രീതി ഇത് ഇപ്പം ഇങ്ങനെ ഉണ്ടാവും. വലത്തേക്കാലിൻ്റെ നേരെ നമുക്ക് പുറകിൽ കൂടെയാണ് എടുക്കുക. നമുക്ക് ഈ ഷൂ ആയതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഷൂവിൻ്റെ പുറത്തു കൂടെ നമുക്ക് ഇതിൻ്റെ കെട്ട് വരുള്ളൂ. ഷൂ ചെറുതായി കഴിഞ്ഞാൽ നമ്മുടെ കാലുമ്മൽ കൂടെ ഈ ബെൽറ്റ് വരും. കാലുമ്മ ബെൽറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും, നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഷൂ വരുന്നത്. ഇതാകുമ്പോൾ നേരെ ഇങ്ങനെ പുറകിൽ കൂടെ എടുക്കുക. അതായത് ഇവിടെ നിന്ന് പുറകിൽ കൂടെ ഷൂവിൻ്റെ പുറത്തു കൂടെ കൊണ്ടുവരിക, നേരെ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ അടിയിലേക്ക് ഇതിങ്ങനെ വന്ന് ഇത് നമ്മൾ ശരിക്ക് വലിച്ച് നമുക്ക് പറ്റുന്ന മാതിരി അത്രയും വലിച്ച് ടൈറ്റാക്കാം. അതിനുശേഷം നേരെ തിരിച്ച് ഫ്രണ്ടിൽ തന്നെ എടുക്കുക. നമ്മളുടെ ഈ ബക്കിൾ ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവുക, ഇങ്ങനെ കിട്ടില്ല, ജസ്റ്റ് തിരിക്കുക, പരമാവധി വലിച്ച് ടൈറ്റാക്കിയിട്ട് ഒരു മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല, ഞാൻ ലോക്ക് ചെയ്തിട്ട് വേറെ കാണിച്ചത്. ഇപ്പോൾ നമുക്ക് അവിടെ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിനെ അഴിച്ചെടുത്തിട്ട് ഹോൾ ഇട്ടാൽ മതി.
എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും നമ്മളെ അത് തടിപ്പണിക്കുക അരം ഫയലൊക്കെ ഉണ്ടാവുമല്ലോ, ഫയലിൻ്റെ തലയേറ്റ ചൂടാക്കി കഴിഞ്ഞാൽ മെഷീൻ്റെ അവിടെ അരം വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഹോളിടാം. ഇത് കറക്റ്റ് പക്ക ടൈറ്റിൽ കാല് സെറ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇത് ലെഫ്റ്റ് സൈഡ് വരുന്നതിന് അത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് വെക്കാം. സെറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ നമുക്ക് അല്ല പേന വെച്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ടൈറ്റ് പരമാവധിയാണ്, എത്രയും ടൈറ്റ് ഉണ്ടോ അത്രയും നല്ലതാണ്. ഇത് ഇതേ രീതി തന്നെ പുറകിനടുത്ത് ടൈറ്റ് വേണം. ബാക്ക് സൈഡും ശരിക്കും നമുക്ക് ടൈറ്റ് വരും. ഇത് നേരെ തിരിച്ചെടുക്കുക, ഇങ്ങനെ മാർക്ക് ചെയ്യുക. നമുക്ക് കൊറിയറിൽ അയച്ച് കിട്ടുമ്പോൾ ഈ രീതിയിലായിരിക്കും എല്ലാവരും കിട്ടുക. ഇവിടെ വരുന്നവരാണെങ്കിൽ വന്നവർക്ക് നമ്മൾ സെറ്റ് ചെയ്ത് അവരുടെ അളവിൽ കറക്റ്റ് ചെയ്ത് കയറ്റിട്ട് കൊടുക്കുന്നുണ്ട്. കൊറിയറിൽ ചെയ്യുമ്പോൾ ഇത് പ്ലെയിൻ ആയിരിക്കും. അതുപോലെ ഈ രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഹാഫ് ബോഡി ബെൽറ്റ്, സിറ്റ് ഹാർനസ്. എന്തോരുണ്ട് അതായത് ഇത് നമ്മളെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളെ കിട്ടുമ്പോൾ ഇപ്പോൾ കൊറിയറിൽ വരുന്നവർക്കാണെങ്കിൽ കിട്ടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമുക്കിതിൻ്റെ വൺ സൈഡ് മാത്രം ലോക്ക് അഴിച്ചാൽ മതി ഇടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മളെ കാലിൻ്റെ അളവിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ചെയ്യാനുണ്ടാവില്ല, എപ്പോഴും ആ രീതിയിൽ തന്നെ നിൽക്കുക. ഇത് യൂസ് ചെയ്യുമ്പോൾ കാലിതിൽ ഒരെണ്ണത്തിൽ ഇതിൽ കിടക്കുക. അതേപോലെ അടുത്ത ഹോള് പാൻറ്റൊക്കെ ഇടുന്ന അതേ രീതിയിൽ ഈ രീതിയിൽ വന്ന് നമ്മൾ അരക്ക് ആവശ്യത്തിനുള്ള അളവിൽ നിന്ന് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നീളം കൂട്ടാൻ കുറക്കാനൊരു പരിധി വരെയാണ് പറ്റുക. പല സൈസ് ഉണ്ട് ഇതിൻ്റെ. 2 സൈസിലുള്ള ബെൽറ്റ് ഉണ്ട്, യൂണിവേഴ്സലും ഉണ്ട്, സ്മോൾ സൈസും ഉണ്ട്. നമുക്ക് ഇത്രയേ എത്തുള്ളൂ. ഇതിപ്പോൾ ഇതിനെ നമ്മൾ വലിച്ച് ലോക്ക് ചെയ്യാൻ നോക്കിയാൽ കറക്റ്റ് ടൈറ്റിൽ കിട്ടും. അതായത് ഇപ്പോൾ ഇങ്ങനൊരു നിൽക്കുന്ന വയറിനെ നമ്മൾ ഒന്ന് ഒതുക്കാം. നേരെ ഇതിനെ ഫുള്ളായിട്ട് വേണ്ട ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ കടത്തി കൊടുക്കുക. ജസ്റ്റ് തള്ളി അങ്ങോട്ട് വിട്ടാൽ അവിടെ ലോക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വയറ് ഇത് ടൈറ്റായിട്ട് ശരിക്കും ഒരു വിരൽ കയറാൻ ടൈറ്റിൽ കയറിപ്പോവും. ആ രീതിയിൽ നമുക്ക് ടൈറ്റാക്കി എടുക്കണം. അതിനെ നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലാക്ക് കുറച്ച് മാറ്റിയിടുക, എന്നിട്ട് വേണം ലോക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ലോക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിന് ശേഷം ഇതിന് ഇങ്ങോട്ട് അടുപ്പിക്കുക. ഒന്ന് കെട്ടിയിടാം. ഇത് നമുക്കൊരു ഇത്തിരിയും കൂടെ സേഫ്റ്റിയും കൂടെയാണ്. ഇത് ലൂസാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. പിന്നെ വള്ളി വെറുതെ തൂക്കിക്കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മെഷീൻ്റെ ഉള്ളിലോ കുടുങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. ഇതിൽ തന്നെ നമുക്ക് നമ്മളെ ചെയിൻസോ തൂക്കിടാൻ വേണ്ടി ഒരു ഫിക്സഡ് ആയിട്ട് നമ്മളൊരു ഹുക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെയിൻസോ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൽ കൊടുത്തിടാൻ പറ്റും. അതുപോലെ ഈ കാല് ഒക്കെ ആവശ്യത്തിന് നമുക്ക് കറക്റ്റ് ചെയ്തും കയറ്റി ടൈറ്റ് ചെയ്തിട്ടാൽ ഇതൊന്നും അഴിക്കേണ്ടി വരുന്നില്ല, അവിടെ നിന്നോളൂ. പിന്നെ നമ്മളുടെ ഈ അരക്കയറ്, അതായത് സേഫ്റ്റിക്ക് നമുക്കിടുന്നത്, അതായത് മരത്തുമ്മ കയറുമ്പോൾ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങോട്ട് ഇടുന്നതാണ് ഈ ബെൽറ്റിൽ കണക്ട് ചെയ്യുന്നത്. ഗ്രിപ്പ് അഡ്ജസ്റ്റാണ്. സിമ്പിളായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള കയറിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ വരുന്നത് നമ്മളുടെ ഈ ത്രെഡ് ലോക്കാണ്. ഇത് ത്രെഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓപ്പൺ ആവില്ല. ഇതിന് നമ്മൾ ലൂസ് ചെയ്തിട്ട് ഓപ്പൺ ആവും. ഇതിനെ നമുക്ക് അരയിൽ നമ്മൾ ഇതിനിടാം. ഇതിനിട്ടതിന് ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് അവിടെ നിന്നോളും. അപ്പോൾ മരത്തുമ്മൽ കയറാൻ നേരത്തെ നമ്മൾ ഇതിനെ ഈ എൻഡിന് നമുക്ക് ഇതിന് യൂസ് വരണേ. നേരെ ഇത് നിന്നോളും. ഇത് ഇനി എങ്ങനെ വലിച്ചാലും പോവില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണത് നമ്മളെ ലോഡ് തമ്മിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും പോവില്ല. അത്ര ഇതിൽ അവിടെ നിന്നോളും. നമുക്കത് ലൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് കയ്യിലൊന്ന് സപ്പോർട്ട് ചെയ്ത് ഈ രീതിയിലൊന്ന് പിടിച്ചാൽ വിട്ട് അവിടെ നിൽക്കും. എവിടെ വിട്ടോ നമ്മൾ അവിടെ സ്റ്റേ ആവും. തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വൈഡ് ചെയ്ത് നിൽക്കുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു കൈ സപ്പോർട്ട് ഇട്ടാൽ വെറുതെ വലിച്ചു കയറ്റാം. നമ്മൾ ഫ്രണ്ട് വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പോരും. സിമ്പിളായിട്ട് തന്നെ പോരും. വെറുതെ ഒരു കൈ മതി ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ. തിരിച്ച് ലൂസാക്കാൻ എവിടെ വിട്ടാലും അവിടെ നിന്നോളൂ, പോകില്ല. നമ്മളുടെ ലോഡ് ഫുൾ ലോഡ് തുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കതിനെ ഞെക്കാനും കഴിയില്ല. കാരണം നമ്മളെ വെയിറ്റ് തുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് ലോക്കാണ്. പിന്നെ ഇതിന് ഞെക്കാനും കഴിയില്ല. വെയിറ്റിൻ്റെ ഇതൊന്ന് ഫ്രീ ആയാൽ മാത്രമേ, അതായത് മുമ്പോട്ടൊന്ന് ആഞ്ഞാൽ ഇത് വിടും, അപ്പോൾ കിട്ടും. അല്ലാതെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഒരു കൈ ഇതിൽ സപ്പോർട്ട് കൊടുത്താൽ നമ്മൾ വലിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ഫ്രണ്ട് വന്ന് അപ്പോൾ ഈ കയറിൽ ലൂസ് കിട്ടും. ലൂസിന് വെറുതെ പിടിച്ചിടാനുള്ളൂ. ഇതാണ് ഒരു ഐറ്റം. ഇതിലൊരു സെക്കൻഡ് റോപ്പായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഐറ്റം ഈ റോപ്പ് കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് ഇതേമാതിരി തന്നെ ലോക്ക് ഇതിൽ വരുന്നത്. ഇത് ഇതിലിട്ട് കഴിഞ്ഞാൽ ത്രെഡ് ചെയ്തിടുക. ഇതിൻ്റെ ആവശ്യം എന്ന് പറയണത് നമ്മളിപ്പോൾ കയറിപ്പോണ്. അപ്പോൾ ഈ ഒരു റോപ്പ് ഇട്ട് നമ്മൾ കയറിപ്പോയി
കയറി നമ്മളിവിടെ എത്തിയപ്പോൾ ഈ കമ്പ് മുറിച്ചിട്ട് പോകണമെങ്കിൽ അങ്ങനെ മുറിച്ച് നമുക്ക് കട്ട് ചെയ്ത് പോവാം. ഇവിടെ നിന്നും കട്ട് ചെയ്ത് പോവാം. മുറിക്കാതെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഈ സെക്കൻഡ് റോപ്പ് വരുന്നതിനെ ഇതിൻ്റെ മുകളിൽ കൂടെ കമ്പിൻ്റെ മുകളിൽ കൂടെ ഇടാം. കമ്പിൻ്റെ മുകളിൽ കൂടെ ഇട്ട് ഇതിനെ ടൈറ്റ് ചെയ്തിട്ടാൽ അതവിടെ നിന്നുള്ളൂ. ഇതിനെ ഊരി വിട്ടാൽ നമുക്ക് അവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകാം. ഇപ്പോൾ ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ പരിമിതി കയറാൻ പറ്റുന്ന അത്രയും കയറിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും വെറുതെ ഇങ്ങനെ വലിച്ചാൽ ഇത് ലൂസാവും. ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് ഒന്ന് കയറിട്ടാൽ അവിടെ നിന്നോളും. ഇതെവിടെയും പോവില്ല, കെട്ട് ലോക്കായിട്ട് അവിടെ നിൽക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ റോപ്പിനെ കൊണ്ട് വേറെ ഉപയോഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ പനയിലൊക്കെ കയറി പോകുന്നതാണ്. ഇപ്പോൾ പനയിൽ കയറാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇത് ചോദിക്കുന്നതിന്. പനയിലായാലും നമുക്ക് എന്തെങ്കിലും കയറാൻ കഴിയുന്നത് തന്നെയാണ്. നമുക്ക് ഈ റോപ്പിനെ ഇങ്ങനെ സപ്പോർട്ടിൽ ഇതിലിടാം. ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഇതിനെ മരത്തിൻ്റെ അളവിൽ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ സേഫായിരിക്കും. ഇപ്പോൾ എവിടെയെങ്കിലും കയറിപ്പോകണം, ഉണങ്ങിയ മരത്തിലോ അല്ലെങ്കിൽ പനയിലോ കയറിപ്പോകുമ്പോൾ ഇതേമാതിരി റോപ്പ് സപ്പോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങാനും വല്ല സ്ലിപ്പിങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിൽ വന്ന് ലോഡായിട്ട് അവിടെ തൂങ്ങിക്കിടക്കും. താഴെ പോലെ അവിടെ നിന്ന് വീണ്ടും നമുക്ക് എണീറ്റിങ് ആയിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ജെർക്കിങ് വരുന്നിടത്തൊക്കെ അങ്ങനെ ഇടുമ്പോൾ ഈ രീതിയിൽ റോപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാം. ഇതിന് എത്ര വണ്ണത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു അരക്കയറിനെ സാധാരണ ഇടുന്ന രീതിയിൽ അത് വിടാം. ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ മരം മുറിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അരയിൽ ഒരു കയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കയറിട്ട് നമ്മൾ നിൽക്കും തോറും നമ്മുടെ അരയിൽ ഭയങ്കര വേദനയായിരിക്കും എത്രയായാലും. കാരണം ഞാൻ കുറേ അനുഭവിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഫീൽഡിൽ ഏകദേശം ഒരു 22 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഉള്ള ഒരു എന്താ പറയുക, നമ്മൾ ഈ അരയിൽ കയറ് കാണിട്ട് ഇവിടെ ഒക്കെ അടയാളമാണ്, കയറ് കിടന്നതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതൊന്നുമില്ല. പക്ഷേ ഈ ബെൽറ്റ് ആകുമ്പോൾ നമ്മളെ ലോഡ് ഫുള്ളായിട്ടാണ് ഈ ലോഡ് വരുന്നത്. നമുക്കൊരു വേദനയോ കാര്യങ്ങളോ അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം മുകളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രഷർ ഉണ്ടാവില്ല. സാധാരണ രീതിയിൽ മരത്തിൻ്റെ മുകളിൽ പണിയുന്ന ആൾക്കാർക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. എന്തെങ്കിലും സാധനം താഴ്ത്തുനിന്ന് കിട്ടാനോ അല്ലെങ്കിൽ പറഞ്ഞ മനസ്സിലായില്ലെങ്കിലോ ഒക്കെ പെട്ടെന്ന് ദേഷ്യം വരും. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം വേദനയായിരിക്കും. തളപ്പിട്ട് കയറുന്നവനാണെങ്കിൽ കാലിൽ തളപ്പിട്ടതിൻ്റെ വേദന ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കൊമ്പ് വെട്ടി വെച്ചിട്ട് ആ കൊമ്പുമ്മൽ ചെറിയ കുറ്റി കൊമ്പുമ്മലൊക്കെ നിന്നാൽ കാലിൻ്റെ അടിവശം വേദന ഉണ്ടാവും. അരക്കയറിട്ടിട്ട് ചിലപ്പോൾ ചെരുവിലൊക്കെ തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ നല്ല പെയിനായിരിക്കും നമുക്ക്. ആ ടൈം വരെ ഉണ്ടാവും, അത് കഴിയുന്നവരെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ബെൽറ്റ് കാര്യങ്ങൾ സേഫ്റ്റി ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഒഴിവായിട്ട് നമ്മൾ ഫ്രീ ആവും. ശരീരം ഭയങ്കരമായിട്ട് ഫ്രീ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടൈം പണിയെടുക്കാനും പറ്റും. നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ശരീരം വേദന കൂടുതൽ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയൊരു നമുക്കൊരു ആദ്യമായിട്ട് ഇപ്പോൾ ഒരാൾ മരത്തുമ്പോൾ കയറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവുക. ആ രീതിയിലുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് 2-3 ദിവസം നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മളിതായിട്ട് സെറ്റാവും. ഇതിപ്പോൾ ആ ഒരു വർക്കിൽ ശരിക്ക് പുളിയുറുമ്പ് നമ്മളെ നീറ് എന്നൊക്കെ പറയണേ അത് കടിച്ചിട്ട് തീരെ നിൽക്കാൻ പറ്റാണ്ടായിട്ടുള്ള അവസ്ഥയായി. കണ്ണിലൊക്കെ കടിച്ചിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിപ്പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഫിഗർ ആയിട്ട്, അതായത് ഈ സാധനം ഇതൊക്കെ ഉപയോഗപ്പെടുന്നത്. അതിനിപ്പോൾ അത്യാവശ്യം നമുക്ക് സേഫ്റ്റിയും ഇതൊക്കെ ആയിട്ട് സ്പീഡായിട്ട് ഇറങ്ങി വരാനും ഇതിനൊക്കെ ആയിട്ട് കഴിയും. അതായത് കണ്ണിലൊക്കെ പുളിയുറുമ്പൊക്കെ കടിച്ച് പുളിയുറുമ്പിൻ്റെയും അതുമാതിരി തേനീച്ച അങ്ങനെയുള്ള പല ഇതുകളുണ്ടാവും. എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തളർച്ച എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ വേഗം ഇറങ്ങിപ്പോരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റമാണിത്. അതിനാണ് ഇപ്പോൾ ഈ കറാബിനറും ഈ ഫിഗറേറ്റും യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഇടാം. അതായത് നമ്മളെ മുകളിൽ കെട്ടിയ റോപ്പുമ്പോൾ നമുക്ക് വേണ്ടി ഇതിനിടാം, ഇങ്ങനെ കടത്തിയിടാം. ഇതിൽ വെറുതെ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഇത് നമ്മൾ ആവശ്യത്തിൻ്റെ അതിന് വലിച്ചു അവിടെ നിന്നോളൂ. ഇറങ്ങണമെങ്കിൽ ഇറങ്ങിപ്പോരാ. ഇതൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം കംപ്ലീറ്റ്. ഉപയോഗിക്കാൻ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ്, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്തൊക്കെയോ സംഭവമാതിരി തോന്നുമെങ്കിലും സിമ്പിളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കയറുന്നത് നോക്കിയാലോടാ. പിന്നെ ഈ സ്പൈക്കിൻ്റെ പ്രത്യേകത ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് ഏജോ വെയിറ്റോ ഇതൊന്നും പ്രശ്നമല്ല. നമുക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാണെങ്കിൽ ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്, എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഇത് പേടിച്ചിരിക്കുന്നവർക്കായാലും ഉപയോഗിക്കാം. ഇതിലൊരു രസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കാൻ ഒരുപാട് ആളുകൾക്ക് പേടിയാണ്. ഇതിട്ട് കയറി കഴിഞ്ഞാൽ അപകടം വരുമെന്ന് വെച്ചിട്ടാണ് പേടി. സംഗതി ഈ പറയുന്നവരോ ചിന്തിക്കുന്നവരോ കയറുന്നത് വെറുതെ ഒരു കയറ് എറിഞ്ഞിട്ടിട്ട് അതിൽ തൂങ്ങി കയറി പോകുന്നവരാണ്. പക്ഷെ അത്
നമ്മൾ സേഫ്റ്റി ആയിട്ട് അത്ര ഈസി ആയിട്ടാണ് കയറി പോകണം. അതായത് ആളുകൾ സേഫ്റ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള സാധനങ്ങൾ. ഇത് ഉപയോഗിച്ചിട്ട് അപകടങ്ങൾ എന്തായാലും ഉണ്ടാവില്ല. അതായത് ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയുന്നില്ല, എന്നാൽ ഒരു പരിധി വരെ ഇപ്പോഴത്തെ നമ്മൾ സാധാരണ രീതിയിൽ കയറുന്നത് വെച്ച് നോക്കിയാൽ അതിനേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മളെ പണിയിൽ ഉണ്ടാക്കാൻ പറ്റും, നമ്മളെ സേഫ്റ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ മൊത്തത്തിലൊരു ചേഞ്ച് വരും. നമ്മളെ ഡ്രസ്സിങ് കോഡിൽ വരെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നതായിട്ടാണ്. ഇനി ഇത് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി നമ്മളിതിൽ കൂടുതൽ ഇതായിട്ടല്ല, പക്ഷെ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ രീതിയാണ്. നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ നമ്മൾ തളപ്പിട്ടാൽ എങ്ങനെയാണ് നമ്മളെ കാല് വരിക, ആ രീതിയിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഇത് വരിക. നമ്മൾ ആദ്യം തന്നെ റോപ്പ് കണക്ട് ചെയ്തത് ഈ രീതിയിലാണ് നമുക്ക് ആവശ്യത്തിന് സൈസ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു ചെറിയ സ്റ്റെപ്പ്, അധികം ഹൈറ്റ് ഇല്ലാതെ സ്റ്റെപ്പ് വെക്കാം. ഇതുപോലെ ലോഡായ അടുത്തത് ഇത് ഒന്ന് ജസ്റ്റ് പഞ്ച് ചെയ്ത് കുത്തിങ്ങായിട്ട് അത് ലോഡായി എന്ന് അറിയുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിന് നമുക്ക് എടുത്ത് വെക്കാം. വീണ്ടും വരുന്നത് നമുക്ക് ഈ റോപ്പ് നേരെ നമ്മളെ ബോഡിയിൽ നിന്ന് താന്നു വന്നു. നമ്മളെ വെയിറ്റ് എപ്പോഴും ബാക്ക് ഇത്രയും വെയിറ്റ് നിന്ന് കഴിഞ്ഞാൽ അത് ഒരിക്കലും സ്ലിപ്പായി പോകില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് വന്നിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എടുത്തിടാൻ. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സ്റ്റെപ്പ് വെക്കാം, കയറി പോവാം. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഇവിടെ ഒരു കൊമ്പ് വന്ന്, അപ്പോൾ നമുക്ക് ഇനി ഈ കയറിൻ്റെ മുകളിലേക്ക് പോകില്ല. ഇത് കട്ട് ചെയ്യാനാണെങ്കിൽ കട്ട് ചെയ്ത് വിട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് പോവാം. ഇനിയിപ്പോൾ അതിനൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റോപ്പ് കമ്പിൻ്റെ മുകളിൽ കൂടെ ഇതിനെ ലോക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ ടൈറ്റ് ചെയ്തിടാം. അപ്പോൾ ഓട്ടോമാറ്റിക് ഈ റോപ്പ് ലൂസാവും. ഇതിനഴിച്ച് നമുക്ക് വിടാം. എന്നിട്ട് വീണ്ടും അവിടെ തന്നെ കയറി പോവാം. ഈ രീതിയിൽ നമുക്ക് അടുത്തത് ഇപ്പോൾ ഈ ഒരു കമ്പ് വരണം, ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി അടുത്ത് ഈ റോപ്പ് ഇട്ടാം. ഇപ്പോൾ ഇതിനെ ലൂസ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് കയറി പോവാം. ഇതാണ് വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കയറുന്നതിന് ശ്രദ്ധിക്കാനുള്ളത്. ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറി പോവാം. നമ്മളെ കാലെപ്പോഴും ഒരു കാലെങ്കിലും എപ്പോഴും സ്റ്റഡി ആയിട്ട് തന്നെ ഫുൾ ലോഡ് അതിലേക്ക് വരും. നമുക്കിപ്പോൾ ഈ കാലിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ കറങ്ങാം. നമുക്കിപ്പോൾ ഒരു ഇട മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഇപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് വെച്ച് കയറ്റുമ്പോൾ ഇതിൽ നിന്ന് മണ്ടെടുത്ത് നമുക്ക് നേരെ ഇതിൻ്റെ പുറകിലേക്ക് നമുക്ക് ഇങ്ങനെ കുത്തി തിരിഞ്ഞു പോവാം. തിരിഞ്ഞു പോയാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് വശം നമുക്ക് മുറിക്കാൻ പറ്റും. ഇറങ്ങുമ്പോഴും അതേ രീതിയിൽ തന്നെ നമുക്ക് ചവിട്ടി ഇറങ്ങാനാണെങ്കിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത റോപ്പിനിടാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കമ്പത്തി സേഫ്റ്റി കറക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ 2 റോപ്പ് ഇങ്ങനെ ഉപയോഗിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം. ഇവിടെ നിന്ന് കയറ്റിപ്പോൾ ഇങ്ങനെ ഒന്ന് കറങ്ങാനാണെങ്കിലും നേരെ നിൽക്കുന്ന മരത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കറങ്ങാം. ചായ്വുണ്ടെങ്കിൽ കറങ്ങാൻ പറ്റും. ചാഞ്ഞ് നിൽക്കുന്ന മരത്തിൻ്റെ അടിയിലേക്ക്. എന്നാൽ നമ്മളെ വെയിറ്റ് ഇങ്ങനെ വാട്ടം വന്ന് നമുക്ക് ഫുള്ള് ബാക്കിലേക്ക് ഇപ്പോൾ ചായ്വുള്ളിടത്തേക്ക് വന്നാൽ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് സപ്പോർട്ട് പിടിച്ച് തന്നെ പോകേണ്ടിരിക്കും. പിന്നെയുള്ളത് ആളുകൾ കുറേ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നേരെ നിൽക്കുന്ന മരത്തിൽ മാത്രമല്ലേ കയറാൻ കഴിയുമെന്നാണ്. ഇതിന് അങ്ങനെ ഒന്നുമില്ല. എന്ത് മരത്തിലും കയറാം. ഇപ്പോൾ ഏത് ലെവലിൽ ഈ വട്ടം കിടക്കുന്ന കൊമ്പിലാണെങ്കിൽ നേരെ വട്ടം കിടക്കുന്ന കൊമ്പിലാണെങ്കിലും നമുക്കതിൽ കയറാം. അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ കയറി നോക്കണമെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴത്തിട്ടേക്കാം കേട്ടോ. നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതില്ല ചെറിയ സ്റ്റെപ്പ്. നമ്മളിപ്പോൾ ഈ കാല് ഇവിടെയാണ് വന്നത്. അതായത് ഇത് പുറത്തേക്ക് ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. പുറത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് ആവണ ഒരു ഇതിന് വരാം. ഇത് ജസ്റ്റ് മരത്തിൻ്റെ ഉള്ളിൽ ഇതൊരിക്കലും നമുക്കതൊന്നും പോകില്ല. അടുത്ത് വരുന്നത് ഇവിടെ. ഇതും പുറത്തേക്ക് പോകാൻ പാടില്ല, ഇങ്ങനെ പോകാൻ പാടില്ല. ഇത് മരത്തിൽ കുത്തണമെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കണം. ജസ്റ്റ് പൊക്കിടാം. ഇതിൽ നിന്ന് ഇപ്പം നിന്നാൽ ഒരിക്കലും പോകില്ല. നമ്മൾ എത്ര കൂടുതൽ വൈഡായിട്ട് നിൽക്കുന്നോ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ അതിൽ സ്ലിപ്പാവില്ല. ജസ്റ്റ് ഇപ്പോൾ കയറടിപ്പിക്കാനാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ലൂസ് ചെയ്യണമെങ്കിൽ ചെറിയ ലൂസ് ചെയ്യാനൊക്കെയാണെങ്കിൽ ഇത്രയേ വേണ്ടൂ. മറ്റേ നമ്മൾ സാധാരണ അരക്കയറ് കെട്ടണമെന്നുണ്ടെങ്കിൽ മരത്തിന് വട്ടം പിടിച്ചിട്ട് വേണം നമ്മൾ കെട്ടണമെങ്കിൽ. കെട്ടിയാൽ തന്നെ ചിലപ്പോൾ കറക്റ്റ് ആവില്ല. അപ്പോൾ രണ്ടാമത് അഴിച്ച് കെട്ടേണ്ടി വരും. ചിലപ്പോൾ കൂടുതൽ ടൈറ്റ് ആവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ വരില്ല. സിമ്പിളായിട്ട് തന്നെ
എപ്പോഴും സ്റ്റെപ്പ് വെക്കണത് ഒരുപാട് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സ്റ്റെപ്പ് വെക്കാം. നമുക്ക് ഉപയോഗിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്റ്റെപ്പ് വെച്ച് കയറി പോവാം. പക്ഷേ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ചെറിയ സ്റ്റെപ്പ് വെക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്ത് ഡൗട്ട് കാര്യങ്ങളാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഏത് നാട്ടിലായാലും ഇത് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാ നാട്ടിലും ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങൾക്കും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനും കഴിയും. പിന്നെയാണ് ഈ നമ്മളെ ഫിഗർ 8ഉം കറാബിനറും. ഇത് ഉപയോഗിക്കാനെ കുറിച്ച് കാണിച്ചു തരാം. നമുക്ക് മെയിനായിട്ട് സേഫ്റ്റി ആയിട്ട് ഇറങ്ങി വരാൻ ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഉണ്ടെങ്കിൽ എപ്പോഴും ഇതിൻ്റെ കൂടെ ഒരു കറാബിനർ നിർബന്ധമാണ്. കാരണം നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും കൊളുത്തിട്ടിട്ടോ നമ്മളതിലിത് വേണം. അതിങ്ങനെ സെറ്റായിട്ട് തന്നെ എപ്പോഴും നോക്കുന്നതാണ് ബെറ്റർ. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കണ ഈ കയറ് മുകളിൽ കെട്ടി നമ്മൾ ഇറങ്ങി വരണമെങ്കിൽ കെട്ടി ഇറങ്ങി പോരുമ്പോൾ നമുക്ക് കെട്ടിട്ട് ഇറങ്ങി പോന്നാൽ മതി. പല രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഡബിൾ ഇട്ടിട്ടും ഉപയോഗിക്കാൻ കഴിയും. ഇത് നേരെ നമ്മൾ ഇതിനെ പിടിച്ച് ഇതിനെ ബെൽറ്റിലിടാം. ഈ റോപ്പിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ലോക്ക് ചെയ്യാം. അരക്കയറ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പരമാവധി കമ്പിലൊക്കെ കിടക്കണമെങ്കിൽ ഫ്രീ ആക്കി താഴത്തേക്ക് വിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ തലയിൽ തന്നെ റിട്ടേൺ അടിക്കും. അനുഭവം ഉണ്ട് അതിന്. ഇത് വേണ്ട ഇതിന് നമ്മൾ ലോക്കണം. നമ്മൾ ഇവിടെ കിടന്നോളൂ. നമ്മൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറ് ലൂസായി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരണം. എവിടെ പിടിച്ചാലും നമ്മൾ അവിടെ നിൽക്കും. നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനൊന്ന് ലോക്ക് ചെയ്തിട്ടാൽ അവിടെ കിടക്കും. പോകും. ഇത് നമ്മൾ സ്പീഡിൽ പെട്ടെന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. ഇടയിൽ നമുക്ക് നല്ല ഹൈറ്റുള്ള മരത്തിൽ നിന്ന് ഇറങ്ങി വന്നതിൻ്റെ ഇട മുറിക്കണമെന്നുണ്ടെങ്കിൽ വന്ന് എവിടെ നിന്ന് വെച്ചാൽ നമുക്ക് കാരണം ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റേ ചെയ്ത് നിൽക്കാം. നിപ്പൊക്കെ അരക്കയറൊക്കെ ഇട്ട് സേഫ് ആയതിനു ശേഷം ഇത് അഴിച്ചു മാറ്റാം. എന്നിട്ട് നമുക്ക് അവിടെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് ഡൗട്ടുകൾ ഇതിൽ തീർന്നിട്ടുണ്ടാവുന്ന പ്രതീക്ഷയ്ക്ക് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ്. അതിൻ്റെ തന്നെ ഒരു റിപ്പീറ്റ് നമ്മൾ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിലൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ കോൺടാക്ട് നമ്പർ അതിലുണ്ട്. എന്ത് തന്നെ ഹെൽപ്പായാലും നമ്മൾ ചെയ്തുതരും. ഇനി ഉപയോഗിച്ച് കയ്യിലുണ്ടായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ കുറച്ചുണ്ട്. അതായത് മേടിച്ചിട്ട് വെറുതെ ഒരു കൗതുകത്തിൽ കാണുമ്പോൾ മേടിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ആ ബുദ്ധിമുട്ടൊക്കെ തോന്നുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. എന്തെങ്കിലും അങ്ങനത്തെ ഡൗട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ അതിനുള്ള ട്രെയിനിങ്ങും നമ്മുടെ കൊടുക്കുന്നതാണ് കേട്ടോ. അതേപോലെ നമ്മളുടെ മരമുറിയാണ് മെയിനായിട്ട് ഫീൽഡ്. അതിൻ്റെ സാധനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഐറ്റങ്ങൾ മാത്രമാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യണതുള്ളൂ. ഉപയോഗിച്ച എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കുറേ കൂടെ ധൈര്യമുണ്ട്. അറിയാത്തതിനെക്കുറിച്ച് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണത്. ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ പെട്ടെന്ന് നമ്മളുടെ തന്നെ സ്വന്തം പ്രോഡക്റ്റാണ് ഇത്. സ്പൈക്ക് ഇതുണ്ടാവും. അതേപോലെ ബെൽറ്റുകൾ തന്നെ പല ഐറ്റങ്ങളിലുണ്ട്. നമ്മളിതിപ്പോൾ ഹാഫ് ബോഡി ബെൽറ്റ് നമുക്ക് ഈ ഉപയോഗിച്ച് കണ്ടത് ഫുൾ ബോഡി ഉണ്ട്, മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞിട്ട്. കാലിലും അരയിലും ഷോൾഡറൊക്കെ കൂടെ വരുന്ന ഒരു ടൈപ്പാണ്. പിന്നെ വരുന്നത് തന്നെ നമ്മളുടെ ഈ 6 ഇഞ്ച് അരയ്ക്ക് മാത്രം വരുന്ന ഈ ഒരു 3 ടൈപ്പിലുണ്ട് അങ്ങനത്തെ ബെൽറ്റ്. കറാബിനർ, ഈ ട്വിസ്റ്റഡ് കറാബിനർ, ഫിഗർ 8, ഇനി പുള്ളി ഉണ്ട് നമ്മളുടെ സിംഗിൾ പുള്ളി. ഇതൊക്കെ ഒരു 3.5 ടൺ കപ്പാസിറ്റി വരുന്ന ടൈപ്പിലുള്ള സിംഗിൾ പുള്ളി. അതിൻ്റെ തന്നെ ഡബിൾ പുള്ളി ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഇതിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസുകൾ നമ്മുടെ ചാനലുണ്ട്. ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഡീറ്റെയിൽ കിട്ടും. അതേപോലെയാണ് ഈ സേഫ്റ്റിക്ക് നമ്മൾ തടിപ്പണിക്കാർക്കും അതേപോലെ കിണർ പണി എന്ത് തന്നെ നിൽക്കും ഈ ബെൽറ്റുകളൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ, ഈ ഗ്ലാസ് ക്ലീനിങ് ഒക്കെ വരുന്നത്, പെയിൻറ്റിങ്, വെൽഡിങ് വർക്ക്, അങ്ങനെയുള്ള പല കാറ്റഗറിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസുകളൊക്കെ തന്നെയാണത്. ഇതും ഈ ബെൽറ്റ് ആയാലും ഈ ഫിഗർ 8 ഇതൊക്കെ അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളാണ്. അതേപോലെ നമ്മൾ പണിയാൻ ഉപയോഗിക്കുന്നതാണ് ഗ്ലൗസും ഈ വെബിംഗ് ബെൽറ്റ്. ഇതിൻ്റെ ഒക്കെ ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും വെബിംഗ് ബെൽറ്റ്. ഇതിൻ്റെ ഈ മരം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ കൊമ്പുകൾ തൂക്കി ഇറക്കാനും കയറുമ്പിൽ കൂടെ ഓടിച്ചു വിടാനും സിപ്പ് ലൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇത് വരുന്നത് ടൂൾ ലൈൻ യാർഡ്, നമ്മളെ മെഷീൻ ചെയിൻസോക്ക് ഒരു സപ്പോർട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആരെയും ഊരി പോയാൽ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് 2-3 ടൈപ്പിലുള്ള സേഫ്റ്റി ഷൂ അങ്ങനെയാണ്. പിന്നെ ഏറ്റവും സമയം ലാഭിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്, നമ്മളുടെ പോർട്ടെയർ ആപ്പ്. അതിൻ്റെയൊക്കെ വീഡിയോസുകളുണ്ട്. നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ എല്ലാ ഡീറ്റെയിലുകളും കാണാൻ പറ്റും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവർ പരമാവധി റിപ്ലൈ തരും. ഒരുപാട് കോൺടാക്ട് വരുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്നതിന് റിപ്ലൈ ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാനുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ധാരാളം എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട് അതിന് റിപ്ലൈ ഇല്ല. അങ്ങനത്തെ ഒരു വിഷമം കൂടെ ഉണ്ട്. പിന്നെ ഏത് നാട്ടിലേക്കാണെങ്കിലും നമ്മൾ കൊറിയറിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എവിടേക്കായാലും, കേരളത്തിലായാലും ഇന്ത്യയിലെവിടെയും നമ്മൾ കൊറിയറിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരൻ്റെ ഇപ്പോൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.